ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ സ്നാക്സിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇത് അരിപ്പൊടിയാണ്. ഇതൊരു 1/4 കിലോ അരിപ്പൊടി, അതായത് ഇടിയപ്പത്തിൻ്റെ പൊടി, വറുത്ത ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഞാൻ മേടിച്ച പൊടിയാണ്. ഇത് കുറച്ച് പഞ്ചസാര, എള്ള്, ഉപ്പ്, ഒരു മുട്ട, ഇത് തേങ്ങാപ്പാൽ, ഇതിന് വേണ്ടുന്ന ഓയിലാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എടുത്തു വെച്ച മുട്ട ഞാൻ ഒന്ന് ബീറ്റ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഈ മുട്ട അടിക്കുന്നതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇടുകയാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇതിനാവശ്യമുള്ള ഉപ്പ്, ഇത്രയും വേണ്ട ഉപ്പ് ആവശ്യം. ഉപ്പ് എന്നിട്ട് നോക്കാം, നമുക്കിത് എല്ലാം കുഴച്ചിട്ട് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇത് മതിയൊന്ന്. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ അടിക്കാം, മിക്സ് ചെയ്യാം നന്നായിട്ട്. അപ്പോൾ മുട്ട ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഷുഗർ ആൻഡ് സാൾട്ട് അടിച്ചു. നന്നായിട്ട് അത് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഈ എടുത്തു വെച്ച മാവിലോട്ട് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഫുള്ള് ഒഴിക്കുന്നില്ല, നമുക്ക് നോക്കാം, ആവശ്യമുള്ളത് അനുസരിച്ച് ഒഴിക്കാം. ആദ്യം കുറച്ച്, ഇതിപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് ഉള്ളത്. ഞാനത് ഒഴിക്കുകയാണ് കുറച്ച്. ഇത് നമുക്ക് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ളിടാം. ബാക്കി കൊണ്ട് ഒഴിക്കുകയാണ്. നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിതിനകത്തോട്ട് ഞാൻ ഇനി വെള്ളമാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. തണുത്ത വെള്ളം തന്നെയാണ്, സാധാരണ വെള്ളം. ഇവിടെ ഞാൻ ഒരു 1.5 ടീസ്പൂൺ ബീറ്റ്റൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ ജാറിലോട്ട് ഇടുകയാണ്. എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നത് ബീറ്റ്റൂട്ടിൻ്റെ എടുത്ത വെള്ളമാണ്. ഇതൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇത് അടിച്ചുകൊണ്ട് വരാം. നമ്മൾ എടുത്തു വെച്ചിരുന്നില്ല ബീറ്റ്റൂട്ട്, അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് വെള്ളം ഒഴിച്ചടിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ. ഇനി ഈ മാവ് ഞാൻ കുറച്ചെടുത്ത് മാറ്റാൻ പോവാണ്. കലക്കി വെച്ചതിൽ നിന്ന്, കുഴച്ച് വെച്ചതിൽ നിന്ന് ഞാനൊരു പകുതി മാവ് ഇങ്ങോട്ട് മാറ്റി. ഇവിടെ ഭയങ്കര ഇടിവെട്ടാണ് കേട്ടോ. ശബ്ദം കേൾക്കാമോ നിങ്ങൾക്ക്? ഭയങ്കര ഇടിവെട്ട്. അപ്പുറത്ത് ഏതോ പണി നിരക്കണേൻ്റെ വെച്ച് ഇടിവെട്ടല്ല, വെറുതെ പറഞ്ഞതാണ്. ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിലോട്ടാണ് ഇനി ബാക്കി ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ ആദ്യം കുറച്ച് പഞ്ചസാരയാണ് ഇട്ടിരുന്നത്. ഇനി നമുക്ക് മധുരം വേണം. ഇതിന് മൊത്തം ഞാൻ കുഴച്ച് വെച്ചെന്നേ ഉള്ളൂ പഞ്ചസാര. ഇനി നമുക്കിതിലോട്ടിടാം, പഞ്ചസാര ഇടാം. കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടാം. ഏകദേശം ഒരു 2-3 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് നമുക്ക് മധുരം നമ്മുടെ അവനവൻ്റെ ആവശ്യത്തിന്. ഇത് നന്നായിട്ടൊന്ന് കലക്കട്ടെ. ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മാവിലോട്ട് ബീറ്റ്റൂട്ട്
നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, അതായത് ദോശയേക്കാളും കുറച്ച് ലൂസ് കണ്ടോ. ഇനി നമുക്ക് മധുരമൊക്കെ മതിയോന്ന് വേണമെങ്കിൽ നോക്കാം. മധുരം, ഉപ്പ്. മധുരം മതി, എനിക്ക് പാകത്തിന് മധുരമായി. ആവശ്യമുള്ളതനുസരിച്ച് നിങ്ങൾക്ക് മധുരവും ഇടാം. ഉപ്പ് കൂടെ ചേർന്നാലേ അതിനൊരു സ്വാദ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതൊരെണ്ണം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണത് കുറച്ച് പെപ്പർ പൗഡർ ഇടാൻ പോകണം ഇതിലോട്ട്. ഇഷ്ടമുള്ളത്ര അവനവന് ഇഷ്ടമുള്ളത്ര എരിവിടാം. ഇതിലോട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എള്ള് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. എന്നിട്ട് ഇതിന് കുറച്ച് വെള്ളമൊഴിച്ച്, ഇതിനാവശ്യമുള്ള വെള്ളമൊഴിച്ച് കുഴയ്ക്കാം. നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിരുന്ന മാവ് തന്നെയാണിത്. അതിലേക്ക് അതിൽ വെള്ളം ഇച്ചിരി കൂടിപ്പോയാൽ മാവ് ഇട്ടാൽ മതി, മാവുണ്ടെങ്കിൽ. ഇഷ്ടമുണ്ടെങ്കിൽ മധുരമാണ് സാധനം ഇടണം. പഞ്ചസാര കൂടുതൽ പഞ്ചസാര ഇടാം. ഞാൻ ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ടത് ഇങ്ങനെ എടുക്കാനാണ് കുറച്ച് പഞ്ചസാര ഇട്ടത്. ഇനി ഞാൻ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയത് കാണിച്ചല്ലോ, അത് നല്ല മധുരം കുറച്ച് കൂടുതൽ ഇട്ടതാണ്. ഇതിന് മധുരം ഇടുന്നില്ല. ഞാനിപ്പോൾ എരിവ് നോക്കിയപ്പം അതിന് എരിവ് ഇച്ചിരി കുറവുണ്ട്. എന്നാലും ഞാൻ വീണ്ടും കുറച്ചും കൂടി ഇടുന്നു, 1/2 ടീസ്പൂൺ കൂടി വീണ്ടും ഇടുകയാണ്. എരിവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനാണ്. എരിവിടണം നിർബന്ധമില്ല, മധുരം മാത്രം ഇട്ടാലും മതി. ഞാനൊന്ന് ഒരു എരിവും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇതിൻ്റെ കളറ് ഇത് ചുട്ട് വരുമ്പോൾ ഇതിൻ്റെ കളർ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇടണം എന്നില്ല. നമുക്കിനിത് നോക്കാം. അപ്പം ഞാൻ എടുത്തത് 1/2 ഗ്ലാസ് വെള്ളം പോലും എടുത്തിട്ടില്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. ബാക്കി വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നമുക്ക് നോക്കണം, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നോക്കണം. ഇതാണ് കണ്ടോ, ഈ പാകത്തിന് എടുക്കണം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ആവശ്യമുള്ള എണ്ണ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, സസ്പെൻസ്. ഞാൻ ഉണ്ടാക്കാൻ പോണത് അച്ചപ്പം. കണ്ടച്ച് ഇത് നോക്ക്, കുറച്ച് നേരം എണ്ണയിൽ ഇങ്ങനെ മുക്കി ചൂടാവണം. എണ്ണ കുറച്ചും കൂടെ ഒഴിക്കാം, അച്ച് മുങ്ങിക്കിടക്കണം. അച്ചപ്പത്തിൻ്റെ അച്ച് ചൂടാക്കാൻ വെച്ച് ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം. നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. കണ്ടല്ലോ നിങ്ങൾ, അച്ചപ്പം 2 തരത്തിലുള്ള അച്ചപ്പം. ഇത് നമ്മൾ ബീട്രൂട്ടിൻ്റെ ആ ചാറ് ഒഴിച്ചിട്ടുണ്ടാക്കിയതാണ്. കണ്ട ജിലേബി പോലെ ഇരിക്കില്ലേ, പക്ഷേ ജിലേബി അല്ല. ഇത് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. ഇത് എരിവുണ്ട്, മറ്റത് മധുരമാണ്. നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ മധുരം അധികം വേണ്ടാത്തവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം, സ്പൈസി ആയിട്ടിരിക്കും. ഇത് നല്ല സ്വീറ്റാണ്. നമുക്ക് ഇത് നോക്കാം അല്ലേ എങ്ങനെയാണെന്ന്.